സെറ്റ് കെമിസ്ട്രി ക്ലാസിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 സെഷനുകളിലായിട്ട് പെരിസൈക്ലിക് റിയാക്ഷന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസും, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും, ഫ്രോണ്ടിയർ മോളിക്കുലാർ ഓർബിറ്റൽസും, കോൺ റൊട്ടേഷൻ ആൻഡ് ഡിസ്റൊട്ടേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആണ്. അതായത് 2 പൈ ബോണ്ട് ഉള്ള മോളിക്യൂൾസ്, ഉദാഹരണത്തിന് ഒരു കോൺജുഗേറ്റഡ് ഡൈയിൻ, 2 പൈ ബോണ്ട് കണ്ടെയ്നിങ് മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു സൈക്ലിക് മോളിക്യൂൾ ഫോം ചെയ്യും. അതുപോലെ തന്നെ 2 ആൽക്കീൻസ് റിയാക്ട് ചെയ്ത് ഒരു സൈക്ലോ കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ 2 റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് സൈക്ലോ അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയും. ഇവിടെ 2 പൈ ബോണ്ട് ഉള്ള മോളിക്യൂൾസ് ആണ്. ഈ പൈ ബോണ്ട് ഉള്ള മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് ഒരു സൈക്ലിക് പ്രോഡക്റ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു മോളിക്യൂളിന്റെ, അപ്പൊ നമ്മൾ റിയാക്ഷനിൽ ഏർപ്പെടുന്ന ഓർബിറ്റൽസ് ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ 2ാമത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു. അതായത് എപ്പോഴും ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആയിരിക്കും റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ ഒരാൾ വേണം. അപ്പൊ ഒരാൾ ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇലക്ട്രോൺസിനെ സ്വീകരിക്കണം. അപ്പൊ അതിനകത്ത് എന്ത് വേണം? ഇലക്ട്രോൺസ് ഇല്ലാത്ത ഓർബിറ്റൽസ് വേണം. അപ്പൊ ഇലക്ട്രോൺസ് ഇല്ലാത്ത ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും. അപ്പൊ ഇവിടെ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് ഒരു മോളിക്യൂളിന്റെ ഹോമോയും ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലും അടുത്ത മോളിക്യൂളിന്റെ ലൂമോയും ആയിരിക്കും. അതായത് ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സൈക്ലോ അഡീഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹോമോ ഓഫ് വൺ മോളിക്യൂൾ റിയാക്ട്സ് വിത്ത് ദ ലൂമോ ഓഫ് ദി അതർ, ഓർ ലൂമോ ഓഫ് ദിസ് മോളിക്യൂൾ റിയാക്ട്സ് വിത്ത് ഹോമോ ഓഫ് ദിസ് മോളിക്യൂൾ. അപ്പൊ ഇവിടെ ഈ റിയാക്ഷനിലും അതുപോലെയാണ്. ഒരു മോളിക്യൂൾ എന്തായിട്ട് മാറും? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആയിട്ട് മാറും. അതായത് ഒരു മോളിക്യൂളിന്റെ ഹോമോ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്, സെക്കൻഡ് മോളിക്യൂളിന്റെ അപ്പൊ എന്തായിരിക്കും? ലൂമോ ആയിരിക്കും. ഈ മോളിക്യൂളിന്റെ ഹോമോ ആണെങ്കിൽ ഈ മോളിക്യൂളിന്റെ ലൂമോ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള റിയാക്ഷനെ പറയുന്ന പേരാണ് സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ തരത്തിലുള്ള ഒരു കോൺജുഗേറ്റഡ് ഡൈയിനും അതുപോലെയുള്ള ഈ കോമ്പൗണ്ടും തമ്മിലുള്ള റിയാക്ഷൻ ആണ്, ആൽക്കീനുമായിട്ടുള്ള റിയാക്ഷൻ. ഇതിനെ നമ്മൾ ഡീൽസ്-ആൾഡർ റിയാക്ഷൻ എന്ന് പറയും. ഡീൽസ്-ആൾഡർ റിയാക്ഷൻ പെരിസൈക്ലിക് റിയാക്ഷനിലെ സൈക്ലോ അഡീഷൻ റിയാക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആണ് ഡീൽസ്-ആൾഡർ റിയാക്ഷൻ. അപ്പൊ ഈ ഡീൽസ്-ആൾഡർ റിയാക്ഷനിൽ ഒരു കോൺജുഗേറ്റഡ് ഡൈയിൻ റിയാക്ട്സ് വിത്ത് എ ആൽക്കീൻ ടു ഫോം എ സൈക്ലിക് കോമ്പൗണ്ട്. ഈ കോൺജുഗേറ്റഡ് ഡൈയിനെ പറയുന്ന പേരാണ് ഡൈയിൻ എന്ന പേരിൽ അറിയപ്പെടും. ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ലൂമോ ഈ കോമ്പൗണ്ടിന്റെ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് ഈനോഫൈൽ എന്ന പേരിൽ അറിയപ്പെടും. ഡൈയിൻ ആൻഡ് ഡൈയിനിൽ നിന്നും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആള് ഡൈഈനോഫൈൽ എന്ന പേരിൽ അറിയപ്പെടും. ഡൈഈനോഫൈൽ. അപ്പൊ ഡൈയിൻ റിയാക്ട്സ് വിത്ത് ഡൈഈനോഫൈൽ ടു ഫോം എ സൈക്ലിക് കോമ്പൗണ്ട്. ഈ സൈക്ലിക് കോമ്പൗണ്ടിനെ നമ്മൾ ജനറൽ ആയിട്ട് അഡക്ട് എന്ന് പറയും. അഡക്ട് ഫോം ചെയ്യുക, ടു ഫോം എ സൈക്ലിക് അഡക്ട്. This reaction is called Diels-Alder reaction. It is reaction between a conjugated diene, that is commonly called diene. Diene reacts with dienophile to form a cyclic adduct. That reaction is called Diels-Alder reaction. അപ്പൊ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഈ കോൺജുഗേറ്റഡ് ഡൈയിൻ ഒന്നുകിൽ ഇതിന്റെ സ്ട്രക്ചർ ഈ രീതിയിൽ വരാം, അല്ലെങ്കിൽ ഈ രീതിയിൽ വരാം. ഇതിനെ പറയുന്ന പേരാണ് എസ് ട്രാൻസ് കൺഫർമേഷൻ. എസ് ട്രാൻസ് കൺഫർമേഷൻ. ഇതിനെ നമ്മൾ എസ് സിസ് കൺഫർമേഷൻ എന്ന് പറയും. അപ്പൊ ഈ കോൺജുഗേറ്റഡ് ഡൈയിൻ എപ്പോഴും എസ് സിസ് കൺഫർമേഷനിലായിരിക്കണം. ഇതാണ് ഡീൽസ്-ആൾഡർ റിയാക്ഷന്റെ പ്രത്യേകത. ദ ഡൈയിൻ മസ്റ്റ് ബി ഇൻ ദ ഫോം ഓഫ് എസ് സിസ് കൺഫർമേഷൻ. എങ്കിൽ മാത്രമേ ഡൈഈനോഫൈലുമായിട്ട് റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ ഇനി ഡൈഈനോഫൈലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഡൈഈനോഫൈലിനകത്ത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് വരണം. ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യാൻ കഴിവുള്ള ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ
ഈ കോൺജുഗേറ്റഡ് ഡൈയിനും ഡൈഇനോഫൈലും തമ്മിലുള്ള റിയാക്ഷൻ എളുപ്പത്തിൽ നടക്കും. അപ്പം ഈ കോൺജുഗേറ്റഡ് ഡൈൻ എങ്ങനെയുള്ളതായിരിക്കണം? കോൺജുഗേറ്റഡ് ഡൈൻ മസ്റ്റ് ബി ഇൻ എസ് കൺഫർമേഷൻ ആൻഡ് ഡൈഇനോഫൈൽ മസ്റ്റ് ഹാവ് ആൻ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഡൈഇനോഫൈലിനകത്ത് എന്തുണ്ടായിരിക്കണം? ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ റിയാക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കോമ്പൗണ്ടിനകത്ത് ഡൈയിനകത്തുള്ള 4 പൈ ഇലക്ട്രോൺസ് ആയിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള 2 പൈ ഇലക്ട്രോൺസ് 2 പൈ ഇലക്ട്രോൺസ് ഉണ്ട് ഡൈഇനോഫൈൽ. അപ്പൊ 4 പൈ ഇലക്ട്രോൺസ് ഇൻ ഡൈയിൻ ഇന്ററാക്ട്സ് വിത്ത് 2 പൈ ഇലക്ട്രോൺസ് ഇൻ ഡൈഇനോഫൈൽ. അതുകൊണ്ട് നമ്മൾ ഈ റിയാക്ഷനെ പറയും 4 പൈ പ്ലസ് 2 പൈ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയും. 4 പൈ 2 പൈ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ഡൈയിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പൈ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും ആദ്യം പറയുന്നത്. അതിനുശേഷം ഡൈഇനോഫൈലിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പൈ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും പറയുന്നത്. ഇത് പല രീതിയിൽ എഴുതാറുണ്ട്. പൈ റേസ് ടു 4 പ്ലസ് പൈ റേസ് ടു 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. പൈ റേസ് ടു 4 പൈ റേസ് ടു 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. അതായത് ഡൈയിനകത്തുള്ള 4 ഇലക്ട്രോൺസും 4 പൈ ഇലക്ട്രോൺസും ഡൈഇനോഫൈലിനകത്തുള്ള 2 പൈ ഇലക്ട്രോൺസും ആയിരിക്കും റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ 4 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയും. 4 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ഡീൽസാൾഡ് റിയാക്ഷൻ ഈസ് എന്താണ്? 4 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ആണ്. 4 പ്ലസ് 2 അതായത് ഡൈയിനകത്തുള്ള 4 പൈ ഇലക്ട്രോൺസും ഡൈഇനോഫൈലിനകത്തുള്ള 2 പൈ ഇലക്ട്രോൺസുമാണ് റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. ഇനി ഈ ഒരു റിയാക്ഷൻ ടു ഫോം എ cyclobutane alkene, 2 alkenes interacts to form a cyclobutane. ഇതിനകത്ത് ഒരു കോമ്പൗണ്ട് ഈൻ ആയിട്ടും ഒരു കോമ്പൗണ്ട് ഇനോഫൈൽ ആയിട്ടും ഡൈഇനോഫൈൽ ആയിട്ടും ആക്ട് ചെയ്യും. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് 2 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയും. 2 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ആൽക്കീൻസ് തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ തെർമലി അലൗഡ് അല്ലാത്ത ഒരു പ്രോസസ്സാണ് 2 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫോട്ടോകെമിക്കലി മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഇനി മറ്റൊരു 2 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷന്റെ പ്രത്യേകത, ഈ എല്ലാ 2 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻസും പെരിസൈക്ലിക് അല്ല. അതായത് ഈ എല്ലാ 2 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻസും എങ്ങനെ നടക്കുന്നതല്ല, കൺസർട്ടഡ് പ്രോസസ്സിലൂടെ നടക്കുന്ന ഒരു റിയാക്ഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ 2 പ്ലസ് 2 റിയാക്ഷനും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? ഒരു പെരിസൈക്ലിക് റിയാക്ഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ 2 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പെരിസൈക്ലിക് റിയാക്ഷൻസിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? ഡീൽസാൾഡ് റിയാക്ഷൻ, അതായത് 4 പ്ലസ് 2 സൈക്ലോ അഡീഷൻ റിയാക്ഷൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയും റീജിയോ കെമിസ്ട്രിയുമാണ്. അതായത് ഈ റിയാക്ഷന്റെ ഫലമായിട്ട് ഈ റിയാക്ഷനിൽ ഒരു കോൺജുഗേറ്റഡ് ഡൈൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈയിനും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡൈഇനോഫൈലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സൈക്ലിക് അഡക്റ്റ് കിട്ടും. പക്ഷെ ഇനി ഇതിനകത്തുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂവൻസ് വരാം. ഈ ഡൈഇനോഫൈലിനകത്ത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരാം. ആ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുകിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് മാത്രമായിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ 2 സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരാം. പിന്നെ ആ സബ്സ്റ്റിറ്റ്യൂവന്റ് ഒന്നുകിൽ സിസ് ആയിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ഈ ഡൈയിൻ എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ഡൈയിൻ ആണ്. ദാറ്റ് മസ്റ്റ് ബി ഇൻ എസ് കൺഫർമേഷൻ. അതുപോലെ തന്നെ ഒരു ചാൻസ് എന്ന് പറയുന്നത് സൈക്ലിക് ആയിട്ടുള്ള ഡൈയിൻസ് വരാം. അതായത് സൈക്ലോപെന്റാഡൈയിൻ. ഇതിനകത്ത് എന്തായിരിക്കണമെന്നേ ഉള്ളൂ? കോൺജുഗേറ്റഡ് ഡൈയിൻ ഉണ്ടായിരിക്കണം. ദാറ്റ് മസ്റ്റ് ബി ഇൻ എസ് കൺഫർമേഷൻ. കൺഫർമേഷനിലായിരിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള കോമ്പൗണ്ട് വരാം. അതുപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന കോമ്പൗണ്ട്, അതായത് ഡൈഇനോഫൈലിനകത്ത് സബ്സ്റ്റിറ്റ്യൂവൻസ് വരാം. അപ്പൊ ഡൈഇനോഫൈലിനകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂവൻസ് വരാം, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരാം. ഇതിപ്പോ സിസ് ഫോമിലാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സുകൾ എങ്ങനെ വരാം? ട്രാൻസ് ഫോമിൽ വരാം. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിനകത്ത് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത് ഒന്നുകിൽ ഇത് രണ്ടും ട്രാൻസ് ആയിട്ട് വരാം, ഡബിൾ ബോണ്ടിന് വിത്ത് റെസ്പെക്ട് ടു ഈ 2 സബ്സ്റ്റിറ്റ്യൂവന്റും ട്രാൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഈ 2 സബ്സ്റ്റിറ്റ്യൂവന്റും സിസ് ആയിട്ട് വരാം. സിസ് ആയിട്ടായും ട്രാൻസ് ആയിട്ട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്
ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റും ഒന്ന് ട്രാൻസും ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റും ഈ ഡബിൾ ബോണ്ടിന് വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ് ആണ്. ഒന്ന് സിസുമായിട്ടും വരാം. ഇങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഓരോന്ന് വരുമ്പോഴും അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കാം, അതുപോലെ തന്നെ ഈ ഡൈയിന്റെ കൂടെ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള സൈക്ലിക് ആയിട്ടുള്ള ഡൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, അതിനനുസരിച്ച് വ്യത്യസ്ത പ്രോഡക്റ്റുകൾ കിട്ടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ഡീൽസാൾഡർ റിയാക്ഷൻ ആണ്. സൈക്ലോപെന്റാഡൈൻ വിത്ത് ഡൈമീഥൈൽ മാലിയേറ്റ് ആൻഡ് ഡൈമീഥൈൽ ഫ്യൂമറേറ്റ് രണ്ട് കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഒന്ന് സിസ് ഐസോമറും ഡൈമീഥൈൽ മാലിയേറ്റ് സിസ് ഐസോമറും ഡൈമീഥൈൽ ഫ്യൂമറേറ്റ് ട്രാൻസ് ഐസോമറുമാണ്. ഡൈമീഥൈൽ ഫ്യൂമറേറ്റ് COOMe. അപ്പൊ ഇവിടെ ഒരു സൈക്ലോപെന്റാഡൈൻ, ഇവിടെ ഡൈ ഇനോഫൈൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് വിത്ത് റെസ്പെക്ട് ടു ഡൈ ഇനോഫൈൽ. അപ്പൊ ഇത് സൈക്ലോപെന്റാഡൈനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഒന്ന് സിസ് കോമ്പൗണ്ട്, ഒന്ന് ട്രാൻസ് കോമ്പൗണ്ട്. ഇത് തമ്മിൽ അഡക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇത് തമ്മിൽ അഡക്റ്റ് ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈ കാർബണും ഈ കാർബണുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടും, ഈ കാർബണുമായിട്ടും ബോണ്ടിങ്ങിൽ ഏർപ്പെടും. അപ്പൊ ഇവിടെ രണ്ട് കാർബണിലും ഒരേപോലെ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്. ഒന്ന് സിസും ഒന്ന് ട്രാൻസും. അതാണ് വ്യത്യാസം. അതനുസരിച്ച് പ്രോഡക്റ്റ് എങ്ങനെ വരും? ഇത് ഈ സബ്സ്റ്റിറ്റ്യൂന്റ് ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ രണ്ട് കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. പിന്നെന്താണ്? ഈ കാർബണുമായിട്ടാണ് മറ്റൊരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. ഈ കാർബണുമായിട്ട്. അപ്പൊ എങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും? 1 2 3 4 5 6 ഒരു സൈക്ലോഹെക്സീൻ ഫോം ചെയ്യും. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. അതിനിടയില് രണ്ട് കാർബൺ ഉണ്ട്. ഈ കാർബൺ നമ്മൾ ഈ രീതിയിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ പ്രത്യേകത, ഈ ഒരു കാർബൺ ഉണ്ട്, ഈ ബ്രിഡ്ജായിട്ട്, ഈ കാർബൺ എന്ന് പറയുന്നത് ഇവിടെ ബ്രിഡ്ജായിട്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ പ്രത്യേകത, ഒരു വി ഷേപ്പിലാണ് ഈ 1 2 3 4 5 6 കാർബണാറ്റ് എന്ന് പറയുന്നത് ഒരു വി ഷേപ്പിലാണ്. അപ്പൊ അവിടെ ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഈ സിസ് സബ്സ്റ്റിറ്റ്യൂന്റ് വരേണ്ടുന്നത്. അപ്പൊ ഇതിനകത്തുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിസ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ അറിയപ്പെടും. അതായത് സിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഡൈ ഇനോഫൈലിനകത്തുള്ള ജോമെട്രി എന്താണോ അത് അതേ രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ കൺസർട്ടഡ് റിയാക്ഷനെ കുറിച്ച് പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ പെരിസൈക്ലിക് റിയാക്ഷനെ കുറിച്ച് പഠിച്ചപ്പോൾ, ഓർബിറ്റൽസിന്റെ സിമെട്രി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇവിടെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ മാത്രമേ പ്രോഡക്റ്റിനകത്ത് വരത്തുള്ളൂ. ഓർബിറ്റൽ സിമെട്രി ഈസ് കൺസർവ്ഡ്. അപ്പൊ ഓർബിറ്റൽ സിമെട്രി കൺസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓർബിറ്റൽസ് അതേപോലെ തന്നെ പ്രോഡക്റ്റിനകത്തും ബിഹേവ് ചെയ്യണം. അങ്ങനെ അതേപോലെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഈ സിസ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് എന്തായിരിക്കണം? പ്രോഡക്ട്സിനകത്തും സിസ് ആയിട്ട് തന്നെ വരണം. അപ്പൊ ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അപ്പൊ 1 2 രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ്. ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു സൈഡിൽ വരണം. ആ രണ്ട് സൈഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ബോർഡിന്റെ പ്ലെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരണം, അല്ലെങ്കിൽ താഴേക്ക് വരണം, ഒരു സൈഡിൽ വരണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സൈഡിൽ വരുന്നതെല്ലാം നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നു. അതെന്ന് പറയുന്നത് ഈ ബോർഡിന് മുകളിലേക്കുള്ളത്. ഇനി നമ്മൾ അതിന്റെ താഴേക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വരും. ആ സബ്സ്റ്റിറ്റ്യൂവന്റ് അപ്പൊ ഒരേ സൈഡിലേക്ക് വരണം. അപ്പൊ ഇത് രണ്ടും മുകളിലേക്ക്, ഇത് രണ്ടും താഴേക്ക്. അപ്പൊ എങ്ങനെ ആയിരിക്കണം? COOH ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കണം രണ്ട് COH സിസ് ആയിരിക്കണം. ഒന്നുകില് ഇത് H ഇവിടെ ട്രാൻസ് ആയിരിക്കണം. ഈ രണ്ടും ഹൈഡ്രജൻ രണ്ടും എന്തായിരിക്കണം? ഒരേ സൈഡിൽ വരണം. അപ്പൊ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് സിസ് ആയതുകൊണ്ട് പ്രോഡക്റ്റിനകത്ത് ഇത് തന്നെയായിരിക്കും, സിസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ ഡൈ ഇനോഫൈലിന്റെ ജോമെട്രി അതേപോലെ പ്രോഡക്റ്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഡൈ ഇനോഫൈലിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂവൻസ് സിസ് ആണ്, അതുകൊണ്ട് പ്രോഡക്റ്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് എന്തായിരിക്കും?
സിസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്? ട്രാൻസ് ആയിരിക്കും. അതായത് ഒന്ന് മുകളിലേക്കാണെങ്കിൽ ഒന്ന് എന്തായിരിക്കും? താഴേക്കായിരിക്കും. അപ്പൊ ഇവിടെ മുകളിലേക്ക് ഹൈഡ്രജനും ഇവിടെ താഴേക്ക് എന്താണ്? ഹൈഡ്രജനും ആയിരിക്കും. അപ്പൊ ഈ ഹൈഡ്രജൻ താഴേക്ക്, ഈ ഹൈഡ്രജൻ മുകളിലേക്ക്. അപ്പൊ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും മുകളിലേക്കാണ്, ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും താഴേക്കാണ്. ഇതാണ് സിസ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സിസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ജോമെട്രി, റിലേറ്റീവ് ജോമെട്രി ഓഫ് ദ ഡൈഇനോഫൈൽ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനകത്ത് ഡൈഇനോഫൈലിന്റെ ജോമെട്രി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. സിസ് ഗീവ്സ് സിസ് പ്രോഡക്ട്സ്, ട്രാൻസ് ഗീവ്സ് ട്രാൻസ് പ്രോഡക്ട്സ്. ഇതാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റിയാക്ഷൻ ഓഫ് സൈക്ലോപെന്റഡൈൻ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ്, അതായത് ഡൈഇനോഫൈൽ വിത്ത് സിസ് ആൻഡ് ട്രാൻസ് സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡൈയിനകത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് വരികയും ഡൈഇനോഫൈലിനകത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് വരാതിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ഡൈയിൻ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂവന്റ്, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡൈഇനോഫൈൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് വരിക, സിസ് ആൻഡ് ട്രാൻസ് വരിക. ഇനി ഇവിടെ വരാനുള്ള രണ്ട് ഓപ്ഷൻസ്, ഇത് ഒരു ഡൈഇനോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് വരികയോ വരാത്ത ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ പഠിച്ചു എങ്ങനെയാണെന്ന്. അപ്പൊ ഇവിടെ രണ്ട് സിസ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സിസിന്റെ ജോമെട്രി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസിന്റെ ജോമെട്രി അവിടെ അഡക്റ്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെയുള്ള രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും ട്രാൻസ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും സിസ് ആവുക. സിസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടെ ഈ ഡബിൾ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റും ട്രാൻസ് ആണ്, ഈ ഡബിൾ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റും ട്രാൻസ് ആണ്. ഇനിയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് സിസും ഒന്ന് ട്രാൻസുമായിട്ടും വരിക. ഈ രണ്ട് പോസിബിലിറ്റിയെ ഇതിന്റെ കേസിലുള്ളൂ, ഈ രണ്ട് പോസിബിലിറ്റി. അപ്പൊ രണ്ടും ട്രാൻസ് ആയിട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് സിസ് ഇതും സിസ്, രണ്ടും സിസ് ആയിട്ട് വരിക, അങ്ങനെ ഒരു ഓപ്ഷൻ. പിന്നെ ഉള്ള ഓപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഡൈയിൻ there are two options, the two substituents, 1 for substituents, 1 2 3 4, 1 for substituents. ഈ 1 for substituent ഓറിയന്റേഷൻസ് ആണ് അഡക്റ്റിനകത്ത് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 1 for substituents ഒന്നുകിൽ രണ്ടും ട്രാൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ സിസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് സിസും ഒന്ന് ട്രാൻസുമായിട്ടും വരിക. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡക്റ്റ് ഇതേപോലെ ആയിരിക്കും. പിന്നെ എവിടെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത്? ഈ കാർബണിലും, ഒന്നാമത്തെ കാർബണിലും ഈ നാലാമത്തെ കാർബണിലും സബ്സ്റ്റിറ്റ്യൂവന്റ് വരും. ഇങ്ങനെയുള്ള ട്രാൻസ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് വരുന്നതെങ്കിൽ അത് റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് സിസ് ആയിട്ടുള്ള ഒരു അടക്കായിരിക്കും. അതായത് ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും ഒരേ പൊസിഷനിൽ വരും. അതായത് ഹെക്സൈൻ റിംഗിന്റെ ഒരു സൈഡിൽ വരും, സിസ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരും. ഒന്നുകിൽ സോളിഡ് വെഡ്ജ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. സിസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, രണ്ടും ട്രാൻസ് ആവുകയോ രണ്ടും സിസ് ആവുകയോ ചെയ്താൽ. എന്നാൽ ഒന്ന് ട്രാൻസും ഒന്ന് സിസുമായാൽ ഈ കിട്ടുന്ന അഡക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ് ആയിട്ടുള്ള ഒരു അഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ട്രാൻസ് ആയിട്ടുള്ള അഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഡൈയിൻ there are two orientations. The 1 for substituent must be trans with respect to the double bond or cis with respect to the double bond. അപ്പൊ അഡക്സിനകത്ത് ആ സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നത് 1 for പൊസിഷനിൽ എന്തായിരിക്കും? സിസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത് ഒന്ന് സിസും ഒന്ന് ട്രാൻസും ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് വരും? ട്രാൻസ് ആയിട്ട് വരും. ഇനി നമ്മൾ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് കൺസിഡർ ചെയ്യുക, ഇത് രണ്ടും എന്തായിട്ട് വരാം? സിസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിട്ടായിരിക്കും വരുന്നത്? അത് പ്രത്യേകമായിരിക്കും ഓറിയന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി വേറെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും, ഈ പൊസിഷനിലുള്ള സ്റ്റീരിയോ കെമിസ്ട്രി വേറെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഇവിടെ ആയിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ രണ്ടും രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഡൈഇനോഫൈലിനകത്തുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് സിസ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പൊസിഷനിലായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ മാത്രമേ വിത്ത് റെസ്പെക്ട് ടു സിസോ ട്രാൻസോ ആകത്തുള്ളൂ. ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻസ് എവിടെയാ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ? ഈ പൊസിഷനിലെ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് സ്റ്റീരിയോ സ്പെസിഫിക് നേച്ചർ ഓഫ് ഡിൽസാൾട്ടർ റിയാക്ഷൻ അല്ലെങ്കിൽ പെരിസൈക്ലിക് റിയാക്ഷൻ.
ഓരോ സബ്സ്റ്റിറ്റ്യൂവന്റും അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി പ്രോഡക്റ്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഈ ഡബിൾ ബോണ്ടിനകത്തുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് എങ്ങനെയാണോ അത് ഇവിടെ വരും, ഈ പൊസിഷനിൽ റിഫ്ലക്ട് ചെയ്യും. ഈ പൊസിഷനിൽ എങ്ങനെയാണോ ഡബിൾ ബോണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് അത് ഈ പൊസിഷനിൽ റിഫ്ലക്ട് ചെയ്യും. അതും അവിടുത്തെ ഓറിയന്റേഷനും ഈ ഓറിയന്റേഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് വേറെ രീതി. അപ്പൊ ഇവിടുത്തെ പൊസിഷനും തമ്മിൽ യാതൊരു രീതിയിലും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സൈക്ലിക് ഡൈൻ അതൊരു സൈക്ലിക് ആയിട്ടുള്ള ഡൈഇനോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുക, അതായത് മാലിക് അൻഹൈഡ്രൈഡ്. മാലിക് അൻഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ഈ കാർബൺ 1,4 പൊസിഷനും ഇവിടുത്തെ ഈ പൊസിഷനുമായിട്ടാണ്. അപ്പൊ നമുക്കൊരു സൈക്ലോഹെക്സീൻ ആണ് കിട്ടുന്നത്. ആ സൈക്ലോഹെക്സീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഗ്രൂപ്പിന്റെ ഓറിയന്റേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പാർട്ട് ആ സൈക്ലോഹെക്സൈൻ റിങ്ങിന്റെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റും കൂടെ വരുന്നുണ്ട്, സൈക്ലോപെന്റാഡൈൻ ആയതുകൊണ്ട് ഒരു ബ്രിഡ്ജും കൂടെ ഫോം ചെയ്യും. ആ ബ്രിഡ്ജ് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള 6 കാർബൺ ആറ്റം ആ ബ്രിഡ്ജിൽ നിന്ന് ഒന്ന് ബെൻഡ് ചെയ്ത് വി ഷേപ്പിലായിരിക്കും കാണുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ആ സ്ട്രക്ചർ കിട്ടുന്നത്? ഇതേ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഈ ഒരു പാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പാർട്ട് എങ്ങനെ വരും. അപ്പൊ ഈ പാർട്ട് ഏത് രീതിയിലാണ് ഈ സൈക്ലോപെന്റാഡൈനുമായിട്ട് ഓറിയന്റ് ചെയ്ത് റിയാക്ഷൻ നടക്കുന്നത്? ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ബോണ്ട് ഫോം ചെയ്യുന്ന ഏത് കാർബൺ തമ്മിലാണ്? ഈ കാർബണും തമ്മിൽ. അപ്പൊ ആ 2 കാർബണുകൾ തമ്മിലാണ് ഇന്ററാക്ഷൻ വരുന്നത്. അപ്പൊ ഈ 2 കാർബൺ നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ ബാക്കി ഈ 2 കാർബൺ ഉണ്ട്, ഇത് ഓക്സിജൻ, ഈ 2 കാർബൺ ഉണ്ട്. ഈ 2 കാർബണും ഇവിടെ പൈ ഇലക്ട്രോൺസിന്റെ റീഅറേഞ്ച്മെന്റ് ആണല്ലോ. ഈ പൈ ഇലക്ട്രോൺസിന്റെ റീഅറേഞ്ച്മെന്റ് നടക്കുമ്പോൾ ഈ റീഅറേഞ്ച്മെന്റ് നടക്കുന്ന കൺസർവ് പ്രോസസ് നടക്കുന്ന സമയത്ത് ഈ ഓർബിറ്റൽസ് എന്തായിട്ട് മാറും? ഹൈബ്രിഡൈസേഷനിൽ ഏർപ്പെടാതെ, അതായത് ഇത് തമ്മിൽ ഓവർലാപ്പിൽ ഏർപ്പെടാത്ത ഒരു സിറ്റുവേഷൻ വരും. ആ ഓവർലാപ്പിൽ ഏർപ്പെടാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ 2 കാർബണുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഈ 2 കാർബണിനകത്തും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 കാർബണിനകത്തും എന്തുകൊണ്ട്? ഈ കാർബണിനകത്ത് എന്തുകൊണ്ട്? ഈ കാർബണിനകത്ത് CO ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിനകത്ത് ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഈ കാർബണും തമ്മിലും ഈ കാർബണും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരും. അപ്പൊ ഈ ഇന്ററാക്ഷൻ വരുന്നതോടൊപ്പം തന്നെ ഈ കാർബണും തമ്മിലും ഒരു ചെറിയ ഇന്ററാക്ഷൻ വരും. അതിന്റെ ഫലമായിട്ട് ഈ 2 മോളിക്യൂളും ഒരു പാരലൽ പ്ലെയിൻസിൽ അറേഞ്ച് ചെയ്യും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പൊ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഈ ഇന്ററാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കാർബണും തമ്മിലുള്ള ബോണ്ട് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ബോണ്ട് ഒരേ സൈഡിലേക്കായിരിക്കും, ഒന്നുകിൽ മുകളിലേക്ക് വരും അല്ലെങ്കിൽ താഴേക്ക് വരും. ഈ ബോണ്ട് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും പിന്നീട് ഇത് ഓപ്പൺ ചെയ്ത് വരുന്നത്? ഈ ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് സ്ട്രെങ്ത് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ തമ്മിലുള്ള ഇന്ററാക്ഷൻ അങ്ങ് ഇല്ലാതാവും. ഇന്ററാക്ഷൻ ഇല്ലാതാവുമ്പോ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾ ഇങ്ങനെ ഇരുന്ന മോളിക്യൂള് ഇങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇത് ഇങ്ങനെ 2 പാരലൽ പ്ലെയിൻസിൽ ഇരിക്കുകയാണ്. അതെന്ത് ചെയ്യും? അത് നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അപ്പൊ എന്തായിരിക്കും പ്രത്യേകത? മുകളിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ അവിടെ താഴേക്കായിരിക്കും ഈ പാർട്ട് വരുന്നത്. താഴേക്ക് വരും. അപ്പൊ മുകളിലേക്ക് എന്തായിരിക്കും വരുന്നത്? മുകളിലേക്ക് 2 ഹൈഡ്രജൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ 2 കാർബൺ CO ഗ്രൂപ്പ് ഉള്ള കാർബൺ, പിന്നെ എന്തുകൊണ്ട്? ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ CO.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഉള്ളിലേക്ക്, അതായത് ഈ റിങ്ങിന്റെ ഉള്ളിലേക്ക് വന്ന് ഫോം ചെയ്ത കോമ്പൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എൻഡോ പ്രൊഡക്റ്റ് എന്ന് പറയും. എൻഡോ പ്രൊഡക്റ്റ്. പിന്നുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് തമ്മിൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും? താഴേക്ക് ഉള്ളിലേക്ക് വരും. ഇത് എക്സോ പ്രോഡക്റ്റ് എന്ന് പറയും. എക്സോ പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ രണ്ട് പ്രോഡക്റ്റ് പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ എൻഡോ പ്രോഡക്റ്റ് ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്ത് കിട്ടുന്നത്. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ഓർബിറ്റലുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുന്നത്, ഇതിനകത്ത് ഇന്ററാക്ഷൻ വരുന്നതിന്റെ ഫലമായിട്ട് ഈ റിയാക്ഷൻ എളുപ്പത്തിൽ നടക്കും. ഇവിടെ തെർമോഡൈനാമിക്കലി മോർ സ്റ്റേബിൾ എക്സോ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇതായിരിക്കും എളുപ്പത്തിൽ ഫോം ചെയ്യുന്നത്. കൈനറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് ആയിരിക്കും എളുപ്പത്തിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എൻഡോ പ്രോഡക്റ്റ് ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ്? റിയാക്ഷൻ ഓഫ് എ സൈക്ലിക് ഡൈഇൻ വിത്ത് സൈക്ലിക് ഡൈഇനോഫൈൽ. The product will be, major product will be എൻഡോ ഐസോമർ ആയിരിക്കും. അപ്പൊ അവിടുത്തെ മേജർ പ്രൊഡക്റ്റ് എൻഡോ ഐസോമർ ആയിരിക്കും. അവിടെ എൻഡോ ഐസോമർ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ട് മോളിക്യൂളുകൾ തമ്മിൽ ഇന്ററാക്ഷൻ വരുന്നു. പാരലൽ ഇന്ററാക്ഷൻ വരുന്നതിന്റെ ഫലമായിട്ട് രണ്ടും ഒരു പാരലൽ പ്ലെയിൻസിൽ വരുന്നതിന്റെ ഫലമായിട്ട് ഈ 1,4 കാർബൺ തമ്മിലും ഡൈയിൻ തമ്മിലുള്ള ബോണ്ടുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ 2,3 കാർബണും ഈ കാർബണും തമ്മിൽ ഇന്ററാക്ഷൻ നടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു അഡക്റ്റ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന, ഇത് തമ്മിൽ ഫോം ചെയ്യുന്ന, കൺസെപ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. അതിന്റെ ഫലമായിട്ട് ഈ റിംഗ് സ്ട്രക്ചർ ഇവിടെ വരും, ഇതിന്റെ ഉള്ളിലേക്ക് വരും. അതായത് എൻഡോ പ്രൊഡക്റ്റ് ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡൈയിൻ പ്ലസ് ഡൈഇനോഫൈൽ. ഇനി ഇതിനകത്ത് ഇവിടെ ഒരു 1 സബ്സ്റ്റിറ്റ്യൂവന്റ് വരിക. If the substituent is in one position or in this position, only one substituent. Here also only one substituent. ഇവിടെയും ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് വരുന്നതെങ്കിൽ അപ്പൊ ഇത് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ഇവിടെ. ഒന്നുകിൽ ഈ പ്രോഡക്റ്റ് പൊസിഷൻസ് നോക്കുക, 1, 2 ഇവിടെ രണ്ടും ബോണ്ട് ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാല്, അതായത് ഈ ബ്രാഞ്ച് ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂന്റ് ഇവിടെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? 1, 2 മൂന്നാമത്തെ പൊസിഷനിൽ വരും. ഇവിടെയും ഇവിടെയും വരും. ഇനി ഇവിടെ ഈ രണ്ടാമത്തെ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നതെങ്കിൽ ഇവിടെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ പൊസിഷനിൽ വരാം. അപ്പൊ 1, 2, 3. അല്ലെങ്കിൽ ഈ പൊസിഷനിൽ വരാം. അപ്പൊ ഈ രണ്ട് ചാൻസ് ആണ് ഉള്ളത്. ഇതിനകത്ത് ഏതാണ് ഫോം ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. ഇതിന്റെ കേസിൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബ്യൂട്ടാഡൈൻ വിത്ത് സിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈഇനോഫൈൽ. ഡൈയിനകത്തും ഫസ്റ്റ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വരിക. ഇവിടെ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഇവിടെയും ഒരു സബ്സ്റ്റിറ്റ്യൂവന്റേ ഉള്ളൂ എങ്കിൽ 1, 2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ഓൺലി ഓൺ പ്രോഡക്റ്റ് ഫോംഡ്. ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുകയില്ല. അപ്പൊ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റേ ഫോം ചെയ്യത്തുള്ളൂ. 1, 2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. അതായത് റിയാക്ഷൻ ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈയിൻ വിത്ത് എ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈഇനോഫൈൽ. only the predominant product is only 1, 2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അഡക്റ്റ്. ഇനി ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈയിൻ ആണ്. ഇത് രണ്ടാമത്തെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂന്റ് വരിക വിത്ത് എ സിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈയിൻ, സോറി ഡൈഇനോഫൈൽ, സിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈഇനോഫൈൽ. അപ്പൊ രണ്ട് പോസിബിലിറ്റി, ഒന്നുകിൽ ഇവിടെ വരാം, ഈ പൊസിഷനിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിൽ വരാം. ഈ പൊസിഷനിലുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യത്തില്ല. 1,4 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അഡക്റ്റ് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ റിയാക്ഷൻ ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈയിൻ വിത്ത് സിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈഇനോഫൈൽ. 1 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈയിൻ വിത്ത് സിംഗ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈഇനോഫൈൽ
only one product is formed, that is 1,2 disubstituted adduct. In the case of 2 substituted diene with a singly substituted dienophile, ഒറ്റ സബ്സ്റ്റിറ്റ്യൂന്റ് ഡൈഇനോഫൈലിനകത്തുള്ളൂ. ഇതിനകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂന്റേ ഉള്ളൂ എങ്കിൽ ഏത് പ്രൊഡക്റ്റ് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ? 1,4 അഡക്റ്റ് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് വരിക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഡൈഇനോഫൈലിനകത്ത് 2 സബ്സ്റ്റിറ്റ്യൂന്റ് വരിക എങ്കിൽ ആ 2 സബ്സ്റ്റിറ്റ്യൂന്റും ഒന്നുകിൽ സിസോ അല്ലെങ്കിൽ ട്രാൻസോ ആകാം. അപ്പൊ അത് ആ അഡക്റ്റ് അതിനനുസരിച്ച് ഫോം, ഒന്നുകിൽ സിസോ അല്ലെങ്കിൽ ട്രാൻസ് ഫോം ചെയ്യും. ഇനി ഇവിടെയും സബ്സ്റ്റിറ്റ്യൂൻസ് വരിക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നില്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നു. ഡൈയിനകത്ത് ഒന്നുകിൽ എവിടെ വരിക? സിസ് ആയിട്ട് വരിക, അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ് ആയിട്ട് വരിക. രണ്ടും ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ സിസ് അഡക്റ്റ് ഫോം ചെയ്യും, രണ്ടും സിസ് ആണെങ്കിലും സിസ് അഡക്റ്റ് ഫോം ചെയ്യും. ഇനി ഒന്ന് സിസും ഒന്ന് ട്രാൻസും ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ് അഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി 2 കോമ്പൗണ്ടും സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ എൻഡോ ഐസോമർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 substituted, singly substituted diene and dienophile. 1 പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതെങ്കിൽ 1,2 disubstituted adduct ഫോം ചെയ്യും. 2 പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതെങ്കിൽ 1,4 disubstituted adduct ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഡീൽ സാൾട്ടർ റിയാക്ഷനകത്ത് അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ മനസ്സിലാക്കേണ്ടത്.